മൂന്നാറിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായ സാഹചര്യത്തിൽ വിനോദസഞ്ചാരികൾക്കും തദ്ദേശവാസികൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായി ട്രാഫിക് ഉപദേശക സമിതി യോഗം ചേർന്നു. കഴിഞ്ഞ ദിവസം സബ് കളക്ടർ VM ആര്യയുടെയും ദേവികുളം MLA F രാജയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിന് തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെട്ട ട്രാഫിക് ഉപദേശക സമിതി യോഗം മൂന്നാറിൽ ചേർന്നത്. ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം ചേർന്ന യോഗത്തിൽ മൂന്നാറിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി ആവശ്യമായ പരിഹാര മാർഗങ്ങൾ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി ജൂൺ 11-ന് സബ് കളക്ടർ VM ആര്യയുടെയും ദേവികുളം MLA F രാജയുടെയും നേതൃത്വത്തിൽ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ മൂന്നാറിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഈ തീരുമാനം നടപ്പിലാക്കുന്നതിന് മുന്നോടിയായാണ് മൂന്നാർ DYSP S ചന്ദ്രകുമാറിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനാവശ്യമായ തീരുമാനങ്ങൾ ഉടൻ തന്നെ നടപ്പിലാക്കുമെന്നാണ് യോഗ തീരുമാനം. ഉന്നതതല സമിതി ട്രാഫിക്കിന്റെ ഉന്നത സമിതി DYSP ഓഫീസിൽ ചേരുകയുണ്ടായി. ജനപ്രതിനിധികളും 2 പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, പിന്നെ വ്യാപാര വ്യവസായികൾ, ഹോട്ടൽ ആൻഡ് ടൂറിസത്തിന്റെ ആൾക്കാർ, മറ്റ് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, ജനപ്രതിനിധികൾ എല്ലാവരും പങ്കെടുത്തു. അപ്പോൾ അന്ന് തീരുമാനിച്ച 14 കാര്യങ്ങളിൽ പോലീസ് നടപ്പാക്കാൻ പറ്റുന്നത് ഇന്നും നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഒരു വൺ വേ സംവിധാനവും, അതുപോലെ തന്നെ ഈ ഓട്ടോയുടെ പൊസിഷൻ ഹൊറിസോണ്ടലായിരുന്നത് നിൽക്കുന്നത് വെർട്ടിക്കലായി ഇടാൻ വേണ്ടി അതിനുവേണ്ടി MVD ഡിപ്പാർട്ട്മെന്റിനെയും ട്രാഫിക് പോലീസിനെയും മൂന്നാർ പോലീസിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നടപ്പാക്കി തുടങ്ങും. പിന്നെ ബാക്കി ഓരോന്നും ഈ പ്രവർത്തനം ഇതിന്റെ വിലയിരുത്തിയതിനു ശേഷം അതിന്റെ പുരോഗതി അനുസരിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നടപ്പാക്കാൻ വേണ്ടിയാണ് ഇന്ന് തീരുമാനമെടുത്തത്. യോഗത്തിൽ ജൂൺ 11-ന് നടന്ന യോഗത്തിലെ തീരുമാനങ്ങളുടെ പുരോഗതി വിലയിരുത്തി. ഗതാഗത നിയന്ത്രണത്തിനായി വിവിധ പോയിന്റുകളിൽ ഗാർഡുകളെയും ട്രാഫിക് വാർഡന്മാരെയും നിയോഗിക്കും. ഈടാക്കുന്ന പാർക്കിംഗ് ഫീസിൽ നിന്നുള്ള വരുമാനം ഇവരുടെ വേതനത്തിനായി ഉപയോഗിക്കും. രാജമലയിലെത്തുന്ന സഞ്ചാരികളുടെ വാഹനങ്ങൾ നിർബന്ധമായും നിശ്ചയിച്ച സ്ഥലത്ത് തന്നെ പാർക്ക് ചെയ്യുക. സ്ഥലം തികയാതെ വരുമ്പോൾ മാത്രം റോഡിന്റെ ഒരു വശത്തു മാത്രം പാർക്ക് ചെയ്യുക. ആനച്ചാൽ ആൽത്തറ ഭാഗത്ത് ഗതാഗതം നിയന്ത്രിക്കുന്നതിനായി പോലീസിനെ നിയോഗിക്കും. KSRTC ഡിപ്പോയോട് ചേർന്ന് റോഡരികിൽ ബസ്സുകൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ ഭാഗമായ രാജമലയിലെത്തുന്ന സഞ്ചാരികൾക്ക് ടൈം സ്ലോട്ട് അടിസ്ഥാനത്തിൽ ടിക്കറ്റ് നൽകുന്നതിനുള്ള സാധ്യത പരിശോധിക്കും. ഗതാഗത നിയന്ത്രണത്തിനായി സിഗ്നൽ പോസ്റ്റുകൾ സ്ഥാപിക്കാൻ ചീഫ് എഞ്ചിനീയറിന് കത്തു നൽകും. മൂന്നാർ ജനറൽ ആശുപത്രി റോഡിലെ അനധികൃത പാർക്കിംഗ് നിയന്ത്രിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കും. ദേവികുളം റോഡിൽ നിന്നും മൂന്നാർ ടൌണിലേക്ക് വൺ വേ സംവിധാനം ഏർപ്പെടുത്തും. ഓട്ടോ, ജീപ്പ് സ്റ്റാൻഡുകളിൽ വാഹനങ്ങൾ നിരത്തിനോട് ചേർന്ന് സമാന്തരമായി മാത്രം പാർക്ക് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ഹോട്ടലുകളിലെത്തുന്ന വാഹനങ്ങൾ റോഡരികിൽ പാർക്ക് ചെയ്യുന്നതിനെതിരെ നടപടി സ്വീകരിക്കും. ദേശീയപാതയോരത്ത് മാർഗതടസ്സം സൃഷ്ടിച്ച് അനധികൃതമായി പ്രവർത്തിക്കുന്ന പെട്ടിക്കടകൾ ജൂൺ 30-നകം ഒഴിപ്പിക്കും. മാട്ടുപ്പെട്ടി, ലക്കം ഭാഗങ്ങളിൽ KDHP, KFDC എന്നിവർ ചേർന്ന് പുതിയ പാർക്കിംഗ് സൌകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുക തുടങ്ങിയ വിഷയങ്ങളാണ് യോഗത്തിൽ ഉയർന്നുവന്നത്. മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റ് S വിജയകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ R ഈശ്വരൻ, C നെൽസൺ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.